ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ഇന്ത്യൻ കുസീൻ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടനാടൻ സ്റ്റൈലിലുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പം ആ ചെമ്മീൻ ഫ്രൈക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് തന്നെ നമുക്ക് ആദ്യം നോക്കിയേക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തതാണ്. ഇതിൻ്റെ അനുസരിച്ചായിരിക്കും ബാക്കി എല്ലാ ഐറ്റംസിൻ്റെയും ഞാൻ അളവ് പറയുന്നത്. അത് കഴിഞ്ഞ് വേണ്ടത് നമുക്ക് 4 സവോളയാണ് ഇവിടെ വേണ്ടത്. 1 കിലോ ചെമ്മീന് വേണ്ടി 4 മീഡിയം സവാള, അല്ലെങ്കിൽ അതിന് പറ്റിയ ചെറിയ ഉള്ളി ആയാലും മതി. പിന്നെ 10 കഷ്ണം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, 4 പച്ചമുളകും, പിന്നെ ഒരു 4 പീസ് കൊടംപുളി നമ്മൾ ആദ്യം തന്നെ ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ വേണ്ടത് നമ്മളൊരു 12 പീസോളം നമ്മുടെ ചുവന്ന ഈ ഉണക്കമുളകാണ്. പിന്നെ എൻ്റെ പൊടികളുടെ കാര്യത്തിലെടുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ടീസ്പൂണോളം മുളക് പൊടിയും, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ ഇച്ചിരിയും കൂടെ സ്പൈസി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ സ്പൈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഞാനെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ എല്ലാം ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അളവ് തെറ്റിയാൽ നമുക്കൊരു അതിൻ്റെ ഉദ്ദേശിക്കുന്നൊരു ടേസ്റ്റ് വരാനും ചാൻസ് കുറവായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിരുന്നു. ചൂടായ പാത്രത്തിലേക്ക് ഞാനൊരു 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണയും കൂടെ ചൂടായതിന് ശേഷം ഞാൻ നമ്മൾ വെച്ചിരുന്ന ഒരു 1.5 ടീസ്പൂണോളം ഞാൻ കടുക് അതിലോട്ടിട്ടു. ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഇതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 12 ഉണക്കമുളക് ഞാനെടുത്ത് അതിലിട്ടിട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയുടെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുമായിരുന്നു. നമുക്കിതിന് വേണ്ടി ഒരു തണ്ടോളം ഒരു കറിവേപ്പില ആവശ്യമാണ്. ഇപ്പോൾ ഇത് കറിവേപ്പില ഞാൻ ഇതിലൂടെ ഇട്ടിട്ടുണ്ട്. ആ കറിവേപ്പിലയും ഉണക്കമുളകും ഒരു ജസ്റ്റ് ഒരു ക്രിസ്പി ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇട്ട് കൊടുക്കുക. സവോള ഇട്ട് കൊടുക്കുക, നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അത് ഇളക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എണ്ണ എല്ലാം കൂടെ പിടിച്ച് എല്ലാ ഭാഗത്തും ഒക്കെ ആകാൻ വേണ്ടി നമ്മൾ എല്ലാം നല്ല ഇളക്കി കൊടുക്കുക. ഈ സവാള ഇപ്പം നമുക്കൊരു ബ്രൗൺ കളറാക്കി എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് അതിലോട്ടൊരു അല്പം ഉപ്പ്, 1-2 തുള്ളി ഉപ്പ് നമ്മൾ ചേർക്കുന്നത്. അത് പെട്ടെന്ന് ബ്രൗൺ ആയി നല്ല വഴണ്ട് രീതിയിലെത്താൻ അത് പെട്ടെന്ന് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് നമുക്ക് അതിനകത്തിടാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം എൻ്റെ ഇത് നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നമ്മുടെ ചില്ലി പൗഡർ, മുളക് പൊടി ഞാൻ ഇട്ടു. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇത് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊക്കെ എന്ത് കറിക്കും എന്തിനും ഇടൂ. അതുപോലെ തന്നെ ഇതിലും അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിടുക. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി അത് ഞാനിട്ടു. 1 ടീസ്പൂണാണ്. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികൾ എല്ലാം ഇടൂ. കൂടാതെ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂണ്. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കുക. ആ മസാലയുടെ ഒരു പച്ച മണമുണ്ട്. ആ പച്ച മണം മാറുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു മസാലയുടെ ഒരു പച്ച മണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 പീസോളമുള്ള നമ്മുടെ കുടംപുളി, ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടംപുളിയാണ്. അത് ഇതിലോട്ടിടാം. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. മാത്രമല്ല അതിൻ്റെ കൂടെ ഇരുന്ന ആ വെള്ളവും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ ഒരു പുളിയൊക്കെ അതിൻ്റെ ഇതിനകത്തുണ്ടാവും. നമുക്ക് ആ വെള്ളവും ഇതിനകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സവോളയും അതെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് വെന്ത് വരുന്നവരെ നമ്മളങ്ങോട്ട് ഇളക്കുക. നമ്മൾ എന്ത് പാചകം ചെയ്യുന്ന നേരത്തും സവോള ഇട്ട് കഴിഞ്ഞിട്ട് അല്പം ഉപ്പിടുന്നതാണ്. ഉപ്പിടുന്നത് വേറൊന്നും കൊണ്ടല്ല, അതൊന്ന് നല്ലപോലെ വഴണ്ട് വരാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ആ ഒരു നമ്മുടെ ഒരു ബ്രൗൺ കളർ വരാൻ വേണ്ടിയാണ്. കാരണം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സവോളയിൽ വെള്ളം വരും. വെള്ളം അത് ഇറങ്ങിയിട്ട് അത് പെട്ടെന്ന് നമുക്ക് വേണ്ട ആ ഒരു ഇതാവത്തില്ല. അതിനാണ് നമ്മൾ ഇതിൽ ഇച്ചിരി ഉപ്പിടാൻ പറയുന്നത്.
ഇപ്പോൾ എന്തായാലും ഏകദേശം നല്ല രീതിയിൽ നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടാം. നല്ല രീതിയിൽ കഴുകി വെച്ചേക്കുന്നു. അതങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. മസാലയും അതെല്ലാം അങ്ങോട്ട് എല്ലായിടത്തും എത്തിച്ചേരണം. ആ രീതിയിൽ അങ്ങോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല പോലെ അങ്ങ് ഇളക്കുക. എല്ലാത്തിലും മറ്റേ മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കുക. എന്നാലേ ഉള്ളൂ എല്ലാത്തിലും മറ്റേ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് കിടക്കുന്ന എല്ലാ ചെമ്മീനിലും മസാല പിടിക്കണം. എന്നാലേ ആ ഒരു പെർഫെക്ഷൻ അതിനകത്ത് അന്നേരം കിട്ടും. ഒന്ന് നല്ല രീതിയിൽ ഇളക്കുക. എന്നിട്ടൊരു പാത്രം എടുത്ത് ഒന്ന് അടച്ചു വെക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിലൊക്കെ മറ്റേ വെള്ളം വരുന്ന പോലെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് തന്നെ ആ ഒരു വെള്ളം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിനുണ്ടാവും. ഒരു കാരണവശാലും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വെള്ളം വേണം, ഇച്ചിരി ഇതായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം നിങ്ങൾ വെള്ളം വേറെ സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ആ വെള്ളം നിങ്ങൾ ഇതിൽ ഒഴിക്കുക. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കലും. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക്കലി ഇത് ഓൾറെഡി ഇത് കണ്ടല്ലോ നിങ്ങൾ, വെള്ളം ഓൾറെഡി ഇതിനകത്ത് ചെമ്മീനിൽ നിന്ന് വന്ന വെള്ളമാണ്. ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നു. ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനതൊരു 8 മിനിറ്റ് ശേഷമാണ് ഇപ്പോൾ തുറന്നത്. ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് എല്ലാം നല്ല വേകാത്ത പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എല്ലാം ഒന്ന് മിക്സായിട്ട് വേകാൻ സഹായിക്കും. എന്തായാലും നമ്മുടെ കുട്ടനാടൻ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട് സാധനം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് നിർത്താം. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്താം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഇച്ചിരി കൂടെ ഫ്രൈ ആക്കാം. ഞാനിപ്പോൾ ഇച്ചിരി വേപ്പില ഇട്ടു. ഒരു തുണ്ട് വേപ്പില കൂടെ ഞാനിപ്പോൾ ഇട്ടു. എനിക്ക് ഇത് ഏകദേശം ഇത് മതിയാവും. അതുകൊണ്ട് ഞാൻ ഏകദേശം ഇതിൽ നിർത്തി. ഇനിയും ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 to 5 മിനിറ്റ്സ് നിങ്ങൾ അടച്ചു വെച്ചാൽ മതി. നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിൽ നമ്മുടെ കൊഞ്ച് കറി, അതായത് ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റൈലിനും ടേസ്റ്റിനും വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മുറിച്ചിട്ട് പീസാക്കി ഇതിൻ്റെ മുകളിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റൈലും കിട്ടും. ആ ഒരു ടേസ്റ്റും ഒരു മിക്സ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ ഇതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഇൻബോക്സിൽ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you and have a happy cooking.